ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തഞ്ചാവൂരിലേക്കാണ് കേട്ടോ യാത്ര. ഈ പൊന്നിയിൻ സെൽവൻ എന്നുള്ള മൂവിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ബൃഹദേശ്വര ടെമ്പിൾ. ഇതൊക്കെ ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് തഞ്ചാവൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാനും ശ്യാമും ഉണ്ട്. അപ്പോൾ നമുക്ക് തഞ്ചാവൂർ എവിടെയൊക്കെ പോകാം, അല്ലെങ്കിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം, എങ്ങനെയാണ് നമുക്ക് തഞ്ചാവൂർ എത്തിച്ചേരാൻ പറ്റുക, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ശ്യാമും ഉണ്ട്. ശ്യാമു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം എവിടെ നിന്നാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കേരളത്തിൽ നിന്ന് തഞ്ചാവൂർ, നാഗപട്ടണം, വേളാങ്കണ്ണി ഇങ്ങോട്ടൊക്കെ വരാനായിട്ടൊരു ട്രെയിനുണ്ട്. കാരക്കൽ എക്സ്പ്രസ് എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാരക്കൽ വരെ പോകുന്ന ട്രെയിനാണ്. രാത്രി 10:30ക്കാണ് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ട്രെയിന് രാവിലെ 9:30 കൂടിയാണ് തഞ്ചാവൂർ എത്തിച്ചേരുക. അപ്പം ആ ട്രെയിനിൽ എപ്പോഴും ടിക്കറ്റ് അവൈലബിലിറ്റി ആയിരിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരു 1-2 മാസം മുമ്പ് തന്നെ നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ട്രെയിനിൽ ശരിക്കും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, സ്ലീപ്പറിലൊക്കെ. അപ്പോൾ നമ്മൾ ആ ട്രെയിനിലല്ല നമ്മൾ വന്നത്. നമ്മൾ സെമ്മൊഴി എക്സ്പ്രസ് എന്ന് പറയും. കോയമ്പത്തൂരിൽ നിന്ന് മന്നാർഗുഡി വരെ പോകുന്ന ട്രെയിനാണ്. രാത്രി 12:30ക്ക് എടുക്കുന്ന ട്രെയിന് രാവിലെ ഒരു 6:30 കൂടി നമുക്ക് തഞ്ചാവൂർ എത്തിച്ചേരാൻ സാധിക്കും. ഒരാൾക്ക് 230 രൂപയാണ് കേട്ടോ ചാർജസ് വരുന്നത്. അപ്പോൾ ആ ട്രെയിനിലാണ് നമ്മൾ വന്നത്. നമുക്കിനി ഇവിടെ വാഷ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്കിനി ഇവിടെ തഞ്ചാവൂരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ റിനോവേഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. നമുക്കിനി ഇവിടെ നിന്ന് നേരെ ഇവിടുന്ന് പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ആ പഴയ ബസ് സ്റ്റാൻഡിൽ പോയാലാണ് നമുക്ക് അവിടെ നിന്ന് മറാത്ത പാലസിലേക്ക് പോകാനാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ വഴി നമുക്ക് നോക്കാം എവിടെയൊക്കെ പോകാൻ പറ്റുന്നുള്ളത്. അപ്പോൾ 9 മണിക്കാണ് മറാത്ത പാലസ് ഓപ്പൺ ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, മറാത്ത പാലസിലേക്ക് പോകാം കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നില്ലേ, ഇതൊരു പാർക്കിംഗ് സെറ്റപ്പാണ് കേട്ടോ. സംഭവം ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് മെയിനായിട്ടുള്ള ഈ സിറ്റികളിലൊക്കെ പോകുന്ന സമയത്ത് പാർക്കിംഗ് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇതുപോലെ കണ്ടില്ലേ, പാർക്കിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 3 നില, ഒരു 1, 2, 3, 6, 7 നില പോലെ ഉണ്ട് കേട്ടോ. 6-7 നില സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് പാർക്കിംഗ്. അടുത്ത് തന്നെ ഒരു വാട്ടർ ടാങ്കും ഉണ്ട്. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നടക്കുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെയാണ് നടക്കുന്നത്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 1-1.5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പാലസിലേക്ക് കേട്ടോ. ഇവിടെ മാർക്കറ്റൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ, 9 മണി ആയിട്ടില്ല. ഗൈസ്, നമ്മൾ ഇന്ന് റൂം എടുത്തത് ഇവിടെയാണ് കേട്ടോ, ഈശ്വരി ലോഡ്ജിൽ എടുത്തത് കേട്ടോ. ഏകദേശം 400 റുപ്പീസാണ്. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ റൂം, ഈശ്വരി ലോഡ്ജ്. അപ്പോൾ നമുക്കൊരു 400 റുപ്പീസിനാണ് നമുക്ക് റൂം കിട്ടിയത്. അഡ്വാൻസ് ഒരു 200 റുപ്പീസും അത് നമുക്ക് തരും. അഡ്വാൻസിൻ്റെ പൈസ നമുക്ക് തിരിച്ചു പോകുമ്പോൾ തരും നമുക്ക്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഒരു ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് തഞ്ചാവൂർ പാലസും പിന്നെ അതിനകത്ത് സരസ്വതി മാൾ ലൈബ്രറിയും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് തഞ്ചാവൂർ പാലസിൻ്റെ അകത്ത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ നല്ല ചിത്രകലയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 ആനയും നിൽക്കുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നോക്കിയോ, 2 സൈഡിലുള്ള വാളിലും നല്ല ഒരു ചിത്രകല ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. തഞ്ചാവൂർ ഈ ചിത്രകലയ്ക്കും ആർട്ടിനൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ തഞ്ചാവൂർ എന്ന് പറയുന്നത്. നോക്കിയാൽ റോഡിൻ്റെ 2 സൈഡിലുള്ള ചുമരിലും നല്ല ചിത്രപ്പണികളാണ്. എല്ലാം പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രകലകളാണ്. ഓരോന്നും ഓരോ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. പക്ഷെ എന്തൊക്കെയാണ് അതിനുള്ള മീനിങ് എന്നുള്ളത് നമുക്കറിയത്തില്ല, തമിഴും വായിക്കാൻ അറിയത്തില്ലല്ലോ. ബാക്കിൽ നമുക്ക് സ്കൂളാണ് തോന്നുന്നു. ഒരു പോലീസ് സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട് ഇവിടെ. സൂപ്പറായിരുന്നു കേട്ടോ. ഈ സൈഡ് കണ്ടില്ലേ, ഈ സൈഡിലും ഉണ്ട് സെയിം അതുപോലെ തന്നെ. നമുക്ക് ഇതിനകത്ത് തന്നെ 1-2 മണിക്കൂർ കാണാനുള്ള അടിപൊളി നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരെ എവിടെയും പോകാതെ നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ മറാത്ത പാലസിലേക്ക് തന്നെ വന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളത്. ഇതാണ് കേട്ടോ സരസ്വതി മാളിൻ്റെ ലൈബ്രറിയാണ്. അത് നമുക്കിതിനകത്ത് നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്കതിനകത്ത് ഇവിടെ ഓഡിയോ വിഷ്വൽ ലൈബ്രറിയും വർക്കാവുന്നില്ല. ഇപ്പോൾ മ്യൂസിയത്തിനകത്ത് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഇതിന് നമുക്ക് മ്യൂസിയത്തിൻ്റെ ഔട്ട് സൈഡുള്ള കാഴ്ചയാണ് കേട്ടോ. ഫുള്ള് കൊത്തുപണികളാണ്. ഇത് ഈ കാണുന്ന ഫോട്ടോയ്ക്ക് ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആനയുടെ തലയും പശുവിൻ്റെ തലയും സെയിം ഒരേ തലയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു തലയിലാണ് 2 സാധനം കണ്ടല്ലോ. പിന്നെ എല്ലാം കൊത്തുപണിയാണ് കേട്ടോ. നല്ല അടിപൊളി കൊത്തുപണിയാണ് കേട്ടോ. ഇവിടെ പുറത്ത് നമുക്ക് മ്യൂസിയത്തിൻ്റെ പുറത്ത്
ഈ മ്യൂസിയത്തിനകത്ത് പഴയ താളിയോലകളും ഗ്രന്ഥങ്ങളും പിന്നെ അവരുപയോഗിച്ചിരുന്ന പല്ലക്ക്, വാള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട് മ്യൂസിയത്തിനകത്ത്. പക്ഷേ മൊബൈലും ക്യാമറയൊന്നും അതിനകത്ത് അലൗഡല്ല. ഇത് മ്യൂസിയത്തിൻ്റെ പുറത്തുള്ളൊരിതാണ് കേട്ടോ. നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഓരോ വർഷം ഏത് സെഞ്ചുറിയാണ് ആ സെഞ്ചുറിയിലുണ്ടായിരുന്ന ലിപിയാണ് കേട്ടോ അത് കണ്ടല്ലോ, ഓരോ സെഞ്ചുറികളുടെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 10, 11, 12. അത് എന്താണെന്ന് അറിയില്ല, AD ആണോ അതിന് മുമ്പത്തുള്ളതാണോന്ന് അറിയുന്നില്ല കേട്ടോ. അതിൻ്റെ പിന്നെ ആ സമയത്തുള്ള ഓരോ അക്ഷരലിപികളാണ്. പിന്നീട് അതിങ്ങനെ മാറി 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 ഇതാ ഈ ഒരു 14, 15 എത്തുമ്പോഴാണ് കേട്ടോ ശരിക്കും ഒരു തമിഴ് ലിപിയിലേക്ക് മാറിയിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, തമിഴ് ഹിന്ദിയൊക്കെ സെയിം ഒരേപോലെ തന്നെ ഇത് കാണുന്നത്. ഓക്കെ, 19 എത്തുമ്പോഴാണ് ശരിക്കും ഒരു പക്ക ഒരു തമിഴ് ലിപിയായിട്ട് മാറിയിരിക്കുന്നത്. അത് ഏത് കാലഘട്ടമാണെന്ന് അറിയുന്നില്ല, തമിഴ് വായിക്കാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ സരസ്വതി മാൾ ലൈബ്രറിൻ്റെ അടുത്ത് പോയിട്ടാണ്. പിന്നെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു സെയിൽസ് സെൻ്റർ ഉണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് സംഗീത മാളും ബെൽ ടവറും ആർട്ട് ഗാലറിയും. ഇതിലേതോ 1-2 വർക്കിംഗ് അല്ല. അവിടെ എന്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് വർക്കിംഗ് അല്ല. നമുക്ക് നോക്കാം അതിനകത്ത് എന്താ കാണാൻ പറ്റുന്നുള്ളത്. ഇതാണ് കേട്ടോ ആർട്ട് ഗാലറി ദ ബെൽ ടവർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 7 ഫ്ലോറിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്നാലും ആർട്ട് ഗാലറിക്കകത്ത് കയറാൻ പറ്റും. നമ്മുടെ ഗാലറി ആർട്ട് ഗാലറി ഇല്ല, ആർട്ട് ഗാലറിന്റെ അടുത്തുള്ളൊരു തന്നെ ഷോപ്പാണ് കേട്ടോ. ആളുടെയാണ് ആള് പുല്ലാങ്കുലറിന്റെ സ്പെഷ്യലാണ്. குழுவாலியிலேன்னு வந்துச்சுல அந்த சாங் இதுல வரும். குழுவாலி உங்க முத்து படம் குழுவாலியில. அப்புறம் மைனா, பிரபுதேவா பட்டு, சைதாப்பட்ட, ராம்பட்ட, கூவம்பட்ட, தேனாம்பட்ட, பட்ட ராப், பம்பர கண்ணாலே சிவாஜி கணேசன் பாட்டு, एक दो भी हिंदी பாட்டு. അടിപൊളി. ആണ്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ ഓടാൻകോയിലും പിന്നെ கலடாஸ்கோப்புங்கிறது 30 ரூபீஸ் 10 இயர்ஸ் 30 ரூபீஸ் தான். ஸ்கூல் சில்ட்ரன் வந்தா விற்கிறதுக்கு கலடாஸ்கோப்னு இப்படி ரொட்டேட் பண்ணா போகும் டிசைன் தெரியும். ആ ഒരു ഡിസൈനിലെ അത് മുന്നാടി എല്ലാം സ്കൂൾ ടൈമിലെല്ലാം பார்த்துருக்கேன். ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാം ബൊമ്മ, അങ്ങനെ തഞ്ചാവൂർ ബൊമ്മ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. பார்த்தீங்கன்னா இந்த புக்கு மெயினான புக்கு தஞ்சை பெரிய கோயிலோட தலை வரலாறு 950 ரூபா. அந்த புக்கு மெயின் ஹிஸ்ட்ரியே தான். തമിഴ് தெரியாத தேஞ்சூர் பிக் டெம்பிள் ஹிஸ்ட்ரி புக்கு டோட்டல் 950 rupees. டெம்பிள் புக்கு ஸ்டோன் கல்வெட்டு ஆராய்ச்சி லெட்டர்ஸ் 950. ஷார்ட் புக் தலை வரலாறு 130. கிவ் மீ கிஃப்ட் என்ஜாய். ஐயோ தமிழ் வராதுன்னா இங்கிலீஷ், தமிழ் இங்கிலீஷ். யூ வாண்ட் டு ஸ்டோரி லுக் டீச்சிங் ஆஃப்டர் யுவர் டெல்லிங் லெட்டர். ഇതാ ഇംഗ്ലീഷ് ബുക്കുണ്ട്, തമിഴ് ബുക്കുണ്ട്. എത്ര രൂപയാണ്? 60 rupees. പഠിക്കണം മച്ചനെ? படிக்கலாம். தஞ்சை பெரியவங்களோட ஹிஸ்ட்ரி புக்கு, டெம்பிளோட தலை வரலாறு.
1951 തഞ്ചാവൂർ ആർട്ട് ഗാലറി സ്ഥാപിതമാവുന്നത്. 7 മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ വെങ്കലത്തിലും കല്ല് നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ശരിക്കും ഈ ആർട്ട് ഗാലറി എന്ന് പറയുന്നത്. പുരാതന ശില്പികളുടെ കലാപരമായ കഴിവുകൾ, വൈവിധ്യം, ഭാവന അനുസൃതമായിട്ട് ശില്പങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിരുന്നു. അതായത് കാലഘട്ടങ്ങൾ മാറുന്ന സമയത്ത് ശില്പങ്ങളിലും വ്യത്യാസം വന്നിരുന്നു. ആ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ഓരോ കാലഘട്ടത്തിലെ ശില്പങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണ്ട. ഇവിടെ മെയിനായിട്ട് നമുക്ക് നായക്ക്, പിന്നെ ചോള, പിന്നെ മറാത്ത, ഈ ഭരണാധികാരികൾ ഭരിച്ചിരുന്ന കാലത്തുള്ള ശില്പങ്ങളാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുക മെയിനായിട്ട്. അപ്പോൾ ഇത് തഞ്ചാവൂരിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ചിട്ടുള്ള ശില്പങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇവരിവിടെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് തഞ്ചാവൂരിലെ ഒരു 3 മിനിയേച്ചേഴ്സാണ് കേട്ടോ നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ ബിഗ് ടെമ്പിളാണ്, അതായത് നമ്മുടെ ഈ പെരിയ കോവിലിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇപ്പോൾ കാണുന്നത്. അതെല്ലാം വുഡ് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അടിപൊളി ഡിസൈനിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തഞ്ചാവൂരിൽ തന്നെ ഫേമസ് ആയിട്ടാണ് നാഗൂർ ദർഗ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേളാങ്കണ്ണി ചർച്ചിൻ്റെ ഒരു മിനിയേച്ചർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. എല്ലാം വുഡിൻ്റെ അതില്ലേ, ആ ചെറിയൊരു വുഡിൻ്റെ ഇതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി കയറുന്നത് ദർബാർ ഹാളിനകത്താണ് കേട്ടോ. അവിടെയും സെയിം അതുപോലെ വിഗ്രഹങ്ങളുണ്ട്. ശരിക്കും നമ്മളൊരു മൈസൂർ പാലസിനകത്തൊക്കെ കയറുന്ന സമയത്ത് കാണത്തില്ല കൊത്തുപണികൾ കൊണ്ട്. അടിപൊളി കേട്ടോ. അതിൻ്റെ മേലത്തെ ഡിസൈനിങ് ഒക്കെ ഭയങ്കര വല്ലാത്ത ഡിസൈൻ. ഇവിടെയും സെയിം അതേപോലെ തന്നെ കേട്ടോ, അവിടുത്തെ പോലെ തന്നെയാണ്. കുറേ വിഗ്രഹങ്ങളുണ്ട്, എല്ലാം ഗ്ലാസ് ഇട്ട് ചില്ലിട്ട് നല്ല രീതിയിലാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പൊടിയോ ഒരു ഇതൊന്നും കാണുന്നില്ല. പഴയത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് ഇവിടെ. നമുക്ക് നന്ദിയുടെ ഒരു ഇതുണ്ടല്ലേ, പഴയ കാലത്തെ മണിയാണ് ഇത്. മണി തന്നെ കുറേ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള കൊത്തുപണിയാണ് കേട്ടോ വല്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. സംഭവം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നോക്കി, നമ്മൾ ആ മൈസൂർ പാലസിനകത്തൊക്കെ പോകുന്ന സമയത്ത് കാണത്തില്ലേ, അതേപോലത്തെ ഒരു ഇതാണ് കേട്ടോ. ഇതാ രാജ സെഫോർജി എന്ന് പറഞ്ഞിട്ട്, സെർഫോജി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആളുടെ ഇത്, അതായത് മറാത്തികളുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന രാജാവാണ് കേട്ടത്. ഇത് ഏത് കാലഘട്ടത്തിലാണെന്നറിയോ? AD 1709 മുതൽ 1032 വരെ, ആ ഒരു കാലഘട്ടത്തിലെ 1832 വരെ കേട്ടോ. ആ രാജാവിൻ്റെയാണ്. മുകളിൽ നോക്കി, ഇവിടെയും താഴെയുണ്ട് കേട്ടോ. താഴെ ഫുൾ ആ ഒരു ഇതിൽ മൊത്തം കൊത്തുപണിയാണ്. ചുറ്റിലും കണ്ടില്ലേ, ചുറ്റിലും കൊത്തുപണിയാണ്, ഫുള്ള് കൊത്തുപണി. ഇവിടെ കൂടുതലും നടരാജ ശിലകളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നമുക്ക് ഇതെന്താണ്, പൂജ വെസൽസ് ഉണ്ടോ? ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള നടരാജ ശിലകളാണ്. ഓരോ 12-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ട്, പിന്നെ 11, 12 നൂറ്റാണ്ട്, 11ാമത്തെ സെഞ്ചുറി, ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എല്ലാത്തിനും. അത് ഈ കലയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഡിഫറൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കിതൊക്കെ വെറും നടരാജശില എന്ന് രീതിയിൽ മാത്രം നമുക്കറിയത്തുള്ളൂ. ഓരോന്നിനും ഓരോ ഡിഫറൻറ്റ് ഉണ്ടാവും സംഭവം. പക്ഷേ എല്ലാം ഒരേ മോഡൽ തന്നെയാണ് കേട്ടോ. എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരേ മോഡൽ തന്നെയാണ്. ഇപ്പോൾ ഉള്ളതിലും നടരാജശിലയ്ക്കും സെയിം ഇതേപോലെ തന്നെ ഒരു ഫീൽ തന്നെയാണ് അല്ലേ. ഓരോ ഡിഫറൻറ്റ് ഉണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ഡിഫറൻസ് ഉണ്ട്. ഒരുപാട് വിദേശികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയോ കൺട്രിയിൽ വന്നിട്ടുണ്ട്. എന്ത് ലാംഗ്വേജാണ് ഇത് സംസാരിക്കുന്നത്? കുറച്ച് വിദേശികളാണ്. ഓൾഡ് കാലത്ത്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കോയിൻസാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കാണുന്നത്. വിക്ടോറിയ ക്രൂണിൻ്റെ 1/2 സെൻറ്റ് കോപ്പർ
കോപ്പർ കോയിൻസ് ഇന്ത്യൻ ജോർജ് ടു അന്നാസിൻ്റെ 1887 സിൽവർ കോയിൻ. രാജരാജ ചോളൻ്റെ കാലത്തുള്ള കോയിൻസാണ് കേട്ടത് ഈ കാണുന്നത്. ഇൻഡോ ഫ്രാൻസിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കോപ്പർ കോയിൻ. ഇത് ഓരോ സ്റ്റേറ്റിനും ഓരോ കോയിൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ പണ്ട് കാലത്തൊക്കെ. നവാബ് ഓഫ് മധുര കോപ്പർ കോയിൻസ്. ഇറ്റലിയുടെ, കൽക്കട്ടയുടെ, ഓസ്ട്രേലിയ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, കുറേ രാജ്യത്തിൻ്റെ ഉണ്ട്. ഇതാ മലൈ പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയുടെയാണ് അങ്ങോട്ട്. അറേബ്യയുടെ കോയിൻ. പിന്നെ ഏതാണ് നമുക്കറിയുന്നത് ഏതാണെന്നൊന്നും അറിയുന്നില്ല കേട്ടോ സംഭവം. ഇൻഡോ പോർച്ചുഗീസിൻ്റെ, മൈസൂർ, അങ്ങനെ കുറേ ഉണ്ട്, കുറേ രാജ്യത്തിൻ്റെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സൂം ചെയ്യാൻ പറ്റത്തില്ല, കാണുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് മ്യൂസിയത്തിനകത്തുള്ള, അതായത് മറാത്ത പാലസിനകത്തുള്ള നമ്മളൊരു ബെൽ ടവറിൻ്റെ താഴെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കിപ്പോൾ അതിന് മുകളിലേക്ക് പോകാനുള്ള ആക്സസ് ഇല്ല, ക്ലോസ് ആണ്. കുറേ കാലമായിട്ടാണ് ഇപ്പോൾ ക്ലോസ് തന്നെയാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഉള്ളവർ ചോദിച്ചത്. അതിന് മുകളിൽ വലിയൊരു മണിയുണ്ട്. അപ്പോൾ അത് നമുക്ക് 7ാമത്തെ ഫ്ലോറിലാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് വരെ തന്നെ 7 നിലയിലുള്ള ബിൽഡിങ്ങൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ആശ്ചര്യപ്പെടുത്തുന്ന സംഭവം തന്നെയല്ലേ. അപ്പോൾ നോക്ക്, ഇവിടെയൊക്കെ നമ്മളിവിടെ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് കേട്ടോ. നോക്ക്, എല്ലാ ചുമരിലും ആളുടെ പേരും മൊബൈൽ നമ്പറും ഇങ്ങനെയുള്ളതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എത്ര വൃത്തിയേടാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കി. മതി ഗൈസ്, നമ്മളിന്ന് രാവിലെ നേരത്തെ പോയത്, തഞ്ചാവൂർ വന്ന് നേരത്തെ പോയത് നമ്മൾ മറാത്ത പാലസിലേക്കാണ് കേട്ടോ. മറാത്ത പാലസിനകത്ത് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഒരുപാട് കൊത്തുപണികളുടെയും ഒരുപാട് ശില്പങ്ങളുടെയും പിന്നെ നമുക്ക് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന പഴയ താളിയോലകളും ഒരുപാട് ഗ്രന്ഥങ്ങളും അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് മറാത്ത പാലസിനകത്ത് തന്നെ കാണാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ കടത്തി വെട്ടിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബിഗ് പാലസ്, ബിഗ് ടെമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ എന്നറിയപ്പെടുന്ന തഞ്ചാവൂരിലെ പെരിയ കോവിലിൻ്റെ അകത്താക്കിയാണ് നമ്മൾ ഇനി കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒരു അടിപൊളി കാഴ്ചകളാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടതിൻ്റെയൊക്കെ 4 ഇരട്ടി കാഴ്ചകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ നല്ല കാഴ്ചകളിലേക്ക് പോവാം.